Over to Jyotish. Jyotish, the all set for you. Thank you, Vimal. Thank you very much for the introduction. Visible. Audible? And visible. Okay. Friends, ഞാൻ super excited. കാരണം നമുക്കറിയാം നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ ചീഫ് മെന്റർ SP ബറീൽ സാർ ഈ വർഷം, അതായത് 2025 നമ്മുടെ ഈ വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യാനും നമ്മുടെ ഡ്രീംസിന് വേണ്ടി എനർജി തരണം അദ്ദേഹം ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിൽ വരുന്നു. ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്നിപ്പോ ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും പല പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ വളരെ 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 പല നഗരങ്ങളിലും നടക്കുന്നൊരു പ്രോഗ്രാം. അതിൽ ഒരെണ്ണം നമുക്കറിയാം, സിൽവേഴ്സ് ആൻഡ് അബവ് മീറ്റാണ്. നമ്മളെ സംബന്ധിച്ച് ആ പ്രോഗ്രാമാണ് നമ്മൾക്ക് ബ്രോൺസ് ആൻഡ് അബ് മീറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്ക് ഒരു കൺസെഷനും കൂടെ വിന്നിംഗ് ടീമിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള മോസ്റ്റ് കമ്മിറ്റഡ് പീപ്പിളിനെ ഈ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കാനുള്ളൊരു നമുക്ക് അതിനുള്ളൊരു സാധ്യതയും കൂടെ അദ്ദേഹം തന്നിട്ടുണ്ട്. പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം 2024 കഴിഞ്ഞു, 2025 വന്നു. ഇന്ന് നോക്കൂ, നാളെ ഇന്ന് 25 ദിവസമായി. നിങ്ങൾ ഈ വർഷം എന്ത് തീരുമാനമാണ് എടുത്തത്? നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങൾ എന്ത് റെസൊല്യൂഷനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? നോക്കൂ ഫ്രണ്ട്സ്, നമുക്കറിയാം ഈ ബിസിനസ് എപ്പോഴും ഡ്രീംസിന്റെ ബിസിനസ്സാണ്. ഈ ബിസിനസ് ലീഡർഷിപ്പിന്റെ ബിസിനസ്സാണ്. ഇത് റെസ്പോൺസിബിലിറ്റിയുടെ ബിസിനസ്സാണ്, ഓണർഷിപ്പിന്റെ ബിസിനസ്സാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അവർ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി റെസ്പോൺസിബിലിറ്റി എടുത്ത് ഓണർഷിപ്പ് എടുത്ത് അവരുടെ ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു ലീഡറായി മാറുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബിസിനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അദ്ദേഹം നമ്മുടെ SP ബറീൽ സാർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ ബ്രോൺസ് ഓഫ് പ്രോഗ്രാം, ഐഡിയ ടു മണി എന്നൊരു പ്രോഗ്രാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. കുറെ പ്രോഗ്രാംസ്, സീരീസ് ഓഫ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ മെയിൻ ലീഡർഷിപ്പിന് വേണ്ടി അദ്ദേഹം പുതിയൊരു പ്രോഗ്രാം തന്നെ കൊണ്ടുവന്നു. ഞാനൊക്കെ അതിൽ സൂപ്പർ എക്സൈറ്റ് ആണ്. 8 AM to 11 PM, രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കണ്ടീഷനുണ്ട്, നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ വേണം. 2 വർഷം കൊണ്ട് വിന്നിംഗ് ടീം ആൻഡ് വെസ്റ്റീജ് കോംബോയിൽ 2 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ വേണമെങ്കിൽ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക, 11 മണിക്ക് വീട്ടിൽ കയറാവും. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ടിഫിനും കൂടെ കയ്യിലെടുക്കണം. എന്തെന്നറിയാമോ? ഉച്ചയ്ക്ക് കഴിക്കാൻ. കാരണം അതിൽ പറയുന്നത് നിങ്ങൾ 8 മണി മുതൽ 11 മണി വരെ വെറുതെ പോയി പോകാനല്ല പറയുന്നത്. പക്ഷെ അത്രയും ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമെങ്കിൽ, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാമെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ സാധിക്കും. നമ്മൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവും, നമ്മുടെ ഫോക്കസ് ബിസിനസ് വരും, നമ്മൾ വേറൊരു മൈൻഡ് സെറ്റിലേക്ക് പോകും. ഞാൻ എപ്പോഴും പറഞ്ഞ പോസിറ്റീവ്, സ്ട്രോങ്, കോൺക്രീറ്റ്, എനർജറ്റിക് മൈൻഡ് സെറ്റിലേക്ക് പോകും. അവിടെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. ഫ്രണ്ട്സ്, അത് വ്യക്തമായിട്ട് പറയാൻ കാരണം, ഞാനിപ്പോൾ ഹൈദരാബാദിൽ 3-4 EDS പോയി ഒരു 4500-5000 പേരാണ് ഞാൻ പ്രോസസ് ചെയ്തത്. അതിൽ ഞാൻ കണ്ടൊരു പാഠം, ഞാൻ കണ്ടൊരു കാര്യമാണ്, ഒരു പക്ഷെ ഞാൻ അത്ഭുതത്തോടെ നോക്കിയതാണ്. ഓരോ EDSലും 50% പ്രോസ്പെക്ട്സ് ആണ്. 50% പ്രോസ്പെക്റ്റ് ആണ്. അപ്പൊ 50% പ്രോസ്പെക്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനിൽ അവരുടെ എക്സൈറ്റ്മെന്റ്, അവരുടെ എനർജി, അവരുടെ ഇൻവോൾവ്മെന്റ്, ആ EDS കഴിയുന്നു, ഇമ്മീഡിയറ്റ്ലി അവിടെ സംഭവിക്കുന്നത് വന്ന പ്രോസ്പെക്ട്സിനെ വളഞ്ഞിരുത്തി അവർ ID ക്രിയേറ്റ് ചെയ്യണം. അതൊരു പ്രോസസ്സാണത്. വരുന്ന പ്രോസ്പെക്ട്സിനെ അവർ തന്നെ കൊണ്ടുവന്നവരെല്ലാം കൂടിയിരിക്കുന്നു, പെട്ടെന്ന് ID ക്രിയേറ്റ് ചെയ്യുന്നു. ID ക്രിയേറ്റ് ചെയ്താൽ അടുത്ത പ്രോസസ് അവർ തന്നെ കൊണ്ടുപോകുന്നു, അവർ ക്യൂ നിൽക്കുന്നു, ടൂൾ കൗണ്ടർ ഓപ്പൺ ആണ്, ടൂൾസ് മേടിക്കുന്നു. ടൂൾസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സുരേഷ് കുമാർ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉദാഹരിച്ചതാണ്. ഈ ID ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ആദ്യം മേടിക്കുന്നത് വിന്നിംഗ് ടീം ടൂൾസ് ആണ്. റോഡ് മാപ്പ് ടു സക്സസ്, സ്റ്റാർട്ടർ പാക്ക്, കംപ്ലീറ്റ് തീരുന്നത്. ഈ പ്രോസ്പെക്ട്സ് വാങ്ങിക്കഴിയുമ്പോൾ
ചില ആൾക്കാർക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അവർ തന്നെ ഗസ്റ്റിന് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ മാക്സിമം ഞാൻ കണ്ടത് കാര്യം ഈ പ്രോസ്പെക്ട്സ് തന്നെ ടൂൾസ് മേടിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ്? ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ടൂൾസ് വേണം, ഐഡി ക്രിയേറ്റ് ചെയ്ത് അടുത്ത ടൂൾസ് മേടിച്ച് അതിനുശേഷമാണ് പർച്ചേസിന്റെ ആക്ടിവേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സ് ഒന്ന് നോക്കൂ. പ്രോസ്പെക്ട്സ് വരുന്നു, EDS ബിസിനസ് ബിൽഡിംഗ് സെമിനാർ അറ്റൻഡ് ചെയ്യുന്നു, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെമിനാർ അറ്റൻഡ് ചെയ്യുന്നു, ആ സ്പീക്കറെ കാണുന്നു, അവിടുത്തെ ലീഡേഴ്സിനെ കാണുന്നു, അതിനുശേഷം ഐഡി ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ടൂൾസ് മേടിക്കുന്നു, അതിനുശേഷം ലീഡേഴ്സ് ചേർന്ന് അവരുടെ ആക്ടിവേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. എന്ത് പ്രോസസ് എന്നാണ് ചോദിക്കേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് നടക്കുന്നത്. ഈ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പക്ക പ്രോസസ്സിലൂടെ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ SP സാർ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും അത് ഇന്നിപ്പോ നമുക്കറിയാം, ഗോകുലം വന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇന്ന് ഹൈദരാബാദ് വളരെ മാസീവ് എക്സ്പ്ലോസീവ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിനെ വെല്ലാൻ കഴിയുന്ന, ആ മാർക്കറ്റിനെക്കാളും കൂടുതൽ ലീഡർഷിപ്പ് ഉള്ള, ആ മാർക്കറ്റിനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സുകൾ. ഇപ്പൊ ഭരതേട്ടനൊക്കെ എത്ര വർഷമായി ആലോചിച്ച് നോക്കിയേ. നമ്മൾ ലീഡർഷിപ്പ് നോക്കി, വെങ്കടേഷ്, സുധീഷ്, വിമൽജി, എത്ര എല്ലാ ലീഡേഴ്സിന്റെ പേര് പറയാൻ സമയമില്ല. ആലോചിച്ചു എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെ റെസ്പോൺസിബിലിറ്റി ഗ്രോ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ ലീഡർഷിപ്പിൽ, നമ്മളെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി, നമ്മളെടുക്കുന്ന ഓണർഷിപ്പിൽ, നമ്മുടെ ഇൻവോൾവ്മെന്റിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കി ടൂൾസിലൂടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ കേരളം വൺ ഓഫ് ദ ബിഗസ്റ്റ് മാർക്കറ്റ് ആവും. വൺസ് അപ്പോൺ എ ടൈം കേരളത്തിൽ 130 crores ബിസിനസ് നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഒരു വർഷം 130 കോടിയുടെ ടേൺ ഓവർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മാർക്കറ്റാണ് കേരള മാർക്കറ്റ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എനിക്ക് പ്രധാനമായിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, 2024 കഴിഞ്ഞു. 2025 നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്? എന്നോട് ഞാൻ സ്വപ്നങ്ങളെ കുറിച്ച് എപ്പോഴും പറയാം, പക്ഷെ ഞാൻ ഒന്ന് മാറ്റി പറയാണ്. 2025 നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? 50,000 1 ലക്ഷം രൂപ ഇൻകം ആണോ, അല്ലെങ്കിൽ 25,000 രൂപ ഇൻകം ആണോ? ഈ വർഷം നിങ്ങൾക്ക് നേടേണ്ട, ഈ വർഷം നിങ്ങൾക്ക് ഒരു കാറിന് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 വീലറിനെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളുടെ 3 സ്വപ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ, എന്ത് വില കൊടുത്തും നേടേണ്ട ആ 3 ഇഷ്ടങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാണ് സുഹൃത്ത്. അതിനുശേഷം നിങ്ങൾ വിന്നിംഗ് ടീം പറയുന്ന ആ സിസ്റ്റത്തിൽ, നമുക്ക് വെസ്റ്റിന് 480ഓളം പ്രോഡക്ട്സ് ഉണ്ട്, 19 വിഭാഗങ്ങളുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വെൽനസ് പ്രോഡക്റ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസിൽ കമ്പനിക്കുണ്ട്. ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് സിസ്റ്റം നമ്മുടെ ചീഫ് മിനിസ്റ്റർ SP ബറീൽ സാർ. ആലോചിച്ച് നോക്കി, ആ മനുഷ്യൻ ആരാന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ പ്രിയദർശിനി അവാർഡ് വിന്നർ, ഓതർ, ഏതെല്ലാമോ സ്റ്റേറ്റിന്റെ, രാജസ്ഥാനിന്റെ, മഹാരാഷ്ട്ര, പല സ്റ്റേറ്റിന്റെ ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് വാങ്ങിയ ആൾ, വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ. അവരുടെ സ്പിരിച്വൽ ലീഡറായിട്ട് അദ്ദേഹം ലോസ് ഏഞ്ചൽസിൽ, അമേരിക്കയിലൊക്കെ പോയി ഒരു സ്പീക്കറായിട്ട് പോകുന്ന, സ്പിരിച്വൽ സെഷൻ ചെയ്യുന്ന വ്യക്തി അദ്ദേഹമാണ് നമ്മുടെ ചീഫ് മെന്റർ. ഒരു 8 വർഷം കൊണ്ട് ഇന്ത്യയിലെ 2ാമത്തെ പൊസിഷനിൽ അദ്ദേഹം എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, വിന്നിംഗ് ടീം എന്ന പോലെ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഓർഗനൈസേഷൻ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വ്യക്തിയാണ് നമ്മളോട് പറയുന്നത്, ഒരു പക്ഷേ ഇന്നത്തെ സൂപ്പർ ബെസ്റ്റ് മാർക്കറ്റായ ഹൈദരാബാദിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ലീഡർഷിപ്പ് കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം അഗാധമായി അന്ധമായി വിശ്വസിക്കുന്നു. അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ 3 സ്വപ്നങ്ങളോ 3 ഇഷ്ടങ്ങളോ ഈ വർഷമെങ്കിലും നേടിയെടുക്കണം. ഞാൻ സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം എത്ര പെർസെന്റേജ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൺവേർഷനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഫംഗ്ഷൻ ഇന്നിപ്പോൾ അദ്ദേഹം ഇന്ത്യ മുഴുവനും ചെയ്തുകൊണ്ടിരുന്ന ഐഡിയ ടു മണി എന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിന് സിൽവേഴ്സ് ആൻഡ് അപ്പ് മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പറയുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്രോൺസ് ആൻഡ് അപ്പ്. അതിലും സെലക്റ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് പൊട്ടൻഷ്യൽ, ഒരു ബ്രോൺസ് ആവണമെന്ന് പോലും ഇല്ല, ഒരു ഫുള്ളി കമ്മിറ്റഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ
അവരോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് 29th ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ. മോർ ഓവർ അദ്ദേഹം സംസാരിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ 2 സ്ഥലങ്ങളേ ഉള്ളൂ. 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ നഗരങ്ങളിലാണ് അദ്ദേഹം ബിസിനസ് സെഷൻ ചെയ്യുന്നത്. അത് 2, ഒന്ന് ഹൈദരാബാദും ഒന്ന് കൊച്ചിയുമാണ്. അപ്പൊ നമ്മുടെ കൊച്ചിയിൽ ഈ ന്യൂ ഇയറിൽ നമ്മുടെ 3 ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ 3 വലിയ സ്വപ്നങ്ങൾ നേടാൻ, നമ്മളെ എനർജൈസ് ചെയ്യാൻ, നമ്മുടെ ലീഡർഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മളെ ഉണർത്താൻ, നമ്മൾക്ക് മൈൻഡ് സെറ്റ് തരാൻ നമ്മുടെ ക്യാപ്റ്റൻ ഇതാ വരുന്നു. നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഈ വർഷം നിങ്ങൾ എന്താണ് നേടാമെന്ന്? ഫ്രണ്ട്സ്, ഞാൻ ഹൈദരാബാദിൽ നേരിട്ട് കണ്ടതാണ്. ഒരു പക്ഷെ ഞാൻ നേരിട്ട് വീറ്റ്നസ് ചെയ്താണ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആൾക്കാരല്ല, അവിടെ പ്രോസ്പെക്റ്റിംഗ് വരുന്ന ഒരു ഹൈ പ്രൊഫൈൽ ആൾക്കാരുമല്ല. ഞാൻ കണ്ടത് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരാണ് അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അല്ല, ഞാൻ പരിചയപ്പെട്ട ഒരു DUCD 2 വർഷം കൊണ്ട് 8 ലക്ഷം. ആന്റണിയിൽ അദ്ദേഹത്തിന്റെ പേര്. 2 വർഷം കൊണ്ട് 8 ലക്ഷം. വിന്നിംഗ് ടീം സിസ്റ്റം, തെലുഗുവിലുള്ള ടൂൾസ്, 2 വർഷം കൊണ്ട് 8 ലക്ഷം. അദ്ദേഹം പറഞ്ഞാണ് ഏപ്രിൽ എന്നൊരു മാസം ഉണ്ടെങ്കിൽ ഞാൻ VMCM ആയിരിക്കും. തെലുങ്ക് മാത്രം സംസാരിക്കണം, ഇംഗ്ലീഷ് അറിയില്ല. ആന്റണിയിലും അദ്ദേഹത്തിന് പേഴ്സണൽ വീഡിയോ ഉണ്ട്. അപ്പൊ ഞാനത് പറയാൻ കാരണം ഈ ശക്തി എവിടെ നിന്ന് കിട്ടി മൈ ഡിയർ ഫ്രണ്ട്സ്? ആ DUCD ആന്റണിയിൽ എന്ന് പറയുന്ന 2 വർഷം കൊണ്ട് 8 ലക്ഷം എടുക്കുന്ന ആ വ്യക്തി പറയാണ്, ഞാൻ വരുന്നൊരു 3-4 മാസം കൊണ്ട് VMCM ആവുന്ന പറയാനുള്ള ശക്തി, ആ ലീഡർഷിപ്പ്, ആ എനർജി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? അത് കിട്ടിയത് വിന്നിംഗ് ടീമിൽ നിന്നാണ്. ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, SP ബറേൽ സാർ എന്ന മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തിനെ കാണിക്കുന്നത് ഒരു ലീഡർ മാത്രമല്ല, വളരെ ഹൃദയ വിശാലതയുള്ള, നമ്മുടെ നീഡിനനുസരിച്ച് നമ്മളോട് സംസാരിക്കുന്ന, ഏതൊരു വ്യക്തിയും ഹൃദയം കൊണ്ട് പുൽകാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, എ നൈസ് ഹ്യൂമൻ ബീയിങ്, എ നൈസ് ജെന്റിൽമാൻ. അത്രയും പവർഫുൾ ലീഡർ. ഇന്ത്യയിലെ 2nd ബിഗസ്റ്റ് ഏണർ ഇൻ വെസ്റ്റ് ഈ ന്യൂ ഇയറിൽ, ഈ പുതുവർഷ പുലരിയിൽ 29ാം തീയതി അദ്ദേഹം വരുന്ന സമയത്ത് ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. ആ ഫംഗ്ഷൻ ഒരുപാട്. എന്തിനാണ് ഒരു ഫംഗ്ഷൻ? എന്താണ് ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത? ഫ്രണ്ട്സ്, എന്നോട് ചോദിച്ചാൽ എന്റെ ജീവിതത്തിലെ ബിസിനസ് ലൈഫിലെ ഞാൻ ഭരതേട്ടനും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ കാണുന്ന നിരവധി ലീഡേഴ്സ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ നിരവധി ലീഡേഴ്സ് ചോദിച്ചു, അവരെല്ലാം ഒരു മേജർ ഡിസിഷൻ എടുത്ത് ബിസിനസ്സിൽ ഗ്രോ ചെയ്തത് ഇതുപോലത്തെ ഒരു ഫംഗ്ഷനിലായിരിക്കും. എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ? കാരണം ഫംഗ്ഷന് മാത്രമേ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വെറുതെ സപ്പോസ് നമ്മൾ ചിന്തിക്കുന്നു ഒരു ആരുമില്ലാത്ത 2 പേര് സംസാരിക്കുന്ന അവിടെ ഒരു നമുക്ക് പറയാം, അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. പക്ഷെ നമ്മൾക്ക് നടക്കുന്ന ഫംഗ്ഷൻ നടക്കുന്ന ഹാൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും വലിയ പ്രോഗ്രാം നടക്കുന്ന ഹാൾ, എറണാകുളത്തെ ഏറ്റവും വലിയ ഹാൾ, ആ ഹാളിൽ, ആ ആംബിയൻസിൽ നിങ്ങൾക്കറിയാം, ഞാനും സുരേഷ് കുമാറും ഭാസ്കറും നമ്മുടെ എല്ലാ ലീഡേഴ്സും, ഈവൻ വിമൽകുമാറൊക്കെ വിമലൊക്കെ 2-3 തവണയെങ്കിലും പോയി കണ്ടതാണ്. ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ഹാള് കിട്ടുന്നത്. ആ ഹാളിന്റെ ആംബിയൻസ്, ആ ഹാളിൽ കയറുന്ന സമയത്തിന് നമ്മുടെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡും നമ്മുടെ സെൽഫ് ഹിസ്റ്ററിയും വരെ മാറിപ്പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടതിന് ശേഷം പറയാം. അപ്പൊ അവിടെ ഒരു ഫുൾ ഡേ, നിങ്ങൾക്കറിയാം, അവിടുത്തെ ഒരു ബൊഫയുടെ ചാർജ് 1000 രൂപയ്ക്ക് അടുപ്പിച്ചുള്ളതാണ് എന്റെ തോന്നൽ. മോർ ദാൻ 1000 rupees ഒരു നേരത്തെ ഒരു ബൊഫെ ലഞ്ചിന് അവിടെ നമ്മൾ പേ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾക്ക് 1000 രൂപയിൽ 2 ടൈം ടീ സ്നാക്സ് പ്ലസ് ലഞ്ച് പ്ലസ് SP ബറേൽ എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കണ്ടിട്ടുള്ള ഡിറക്ട് സെല്ലിംഗിലെ ഏറ്റവും വലിയ ലീഡർ, നമ്മളെല്ലാം ഗുരു സമാനമായി കാണുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ചീഫ് മെന്ററായി കാണുന്ന ആ മനുഷ്യനോടൊപ്പം ഒരു ഫുൾ ഡേ നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. ആ ഫംഗ്ഷൻ എന്തുമാത്രം നിങ്ങളെ മാറ്റിമറിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു എമിനന്റ് സ്പീക്കർ, സ്പിരിച്വൽ ഗുരു, അദ്ദേഹം എന്ത് സംസാരിച്ചാലും അതിനൊരു സ്പിരിച്വൽ സൈഡ് ഉണ്ടാവും. അദ്ദേഹം എന്ത് ഡെലിവർ ചെയ്താലും അത് ബിസിനസ് മാത്രമല്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അദ്ദേഹം സംസാരിക്കുന്ന ബിസിനസ് വളരെ കുറച്ച് സംസാരിക്കാറുണ്ട്. ബിസിനസ്സിന് അതീതമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാറാം, നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാം, നിങ്ങൾ ചിന്തിക്കുന്ന രീതി എങ്ങനെ മാറ്റാം, ഇതൊക്കെയായിരിക്കും അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കാൻ മൈ ഡിയർ ഫ്രണ്ട്സ്, എപ്പോഴും നമുക്ക് ഫംഗ്ഷനിൽ കിട്ടുന്ന കുറെ കാര്യം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ്. The atmosphere will always influence your attitude. Number 1 thing.
നമ്പർ 2, ലേറ്റസ്റ്റ് ട്രെൻഡ്സ്. 10 വർഷം മുമ്പുള്ള രീതിയിൽ ഇന്ന് ബിസിനസ് ചെയ്യേണ്ടത്. ഇന്ന് ലേറ്റസ്റ്റ് ട്രെൻഡ്, ഇപ്പൊ പിന്നീട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 8 AM to 11 PM. ഞാൻ അതിലുള്ള ഒരാളാണ്. നിങ്ങൾ ഇന്ന് കേരളത്തിൽ നിരവധി ലീഡേഴ്സ് 8 AM to 11 PM എന്ന് പറഞ്ഞൊരു സ്ലോഗൻ വെറുതെ പറയുന്നതല്ല, പ്രവർത്തിച്ച് കാണിക്കാൻ പോവുക, പ്രവർത്തിച്ച് കാണിക്കാൻ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള ന്യൂ ഐഡിയാസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം മാർച്ചിൽ FRU, ഏപ്രിൽ FRU വരുന്നുണ്ടോ, ഫാമിലി റീയൂണിയൻ. അതിലൂടെ ഒരുപാട് ലീഡേഴ്സ് UCD-മാരും ക്രൗൺസും DCD-മാരും DUCD-മാരും ക്രിയേറ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ട്രാൻസ്ഫോർമേഷൻ അതെല്ലാം നടക്കുന്ന ഒരു വർഷം. അപ്പൊ 2025 ഒരു അമേസിംഗ് ഇയർ ആണ്. വെസ്റ്റേജിന്റെ 21ാം വർഷമാണ്. അപ്പൊ അവിടെ നിങ്ങളോട് ചോദിക്കേണ്ടത്, ഈ വർഷമെങ്കിലും എന്റെ 3 സ്വപ്നങ്ങൾ അല്ലെങ്കിൽ 3 ഇഷ്ടങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്ത് വില കൊടുത്ത് നേടേണ്ട ആ 3 ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ അത് എഴുതി വെക്കണം ഫ്രണ്ട്സ്. അത് എഴുതി വെച്ചിട്ട് ഈ ഫംഗ്ഷനിൽ വന്നിട്ട് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കണം. എന്ത് വില കൊടുത്ത് എനിക്ക് ഈ വർഷം എന്റെ ഈ 3 ഇഷ്ടങ്ങൾ, അത് എന്തുമായിക്കൊള്ളട്ടെ, 10,000 രൂപയെങ്കിൽ 10,000 രൂപ, 25,000 രൂപയെങ്കിൽ 25,000 രൂപ, ഒരു 2 വീലർ എങ്കിൽ ഒരു 2 വീലർ, ഒരു 4 വീലർ എങ്കിൽ ഒരു 4 വീലർ, എന്തും നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ. ഞാൻ ഇപ്പോഴും പറഞ്ഞു ഫ്രണ്ട്സ്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ, 2025 നേടേണ്ട 3 ഇഷ്ടങ്ങൾ നിങ്ങളൊന്ന് എഴുതൂ. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ വിശ്വസിക്കൂ. കാരണം ഇറ്റ്സ് യുവർ നീഡ്. അത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളിൽ എന്ത് മാറ്റം വരുത്തണം, അതാണ് SP സാർ പറയാൻ പോകുന്നത്. എന്തൊക്കെ ലീഡർഷിപ്പ് ലെവൽ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യണം, നിങ്ങളുടെ ബിലീഫ് ലെവൽ എങ്ങനെ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ബിസിനസ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടത് ബിസിനസ് ആറ്റിറ്റ്യൂഡാണ്. അതിന് എന്തൊക്കെ മാറ്റം വരുത്തണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇന്ത്യയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇനി SP ബറീൽ സാർ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന അപ്ഡേറ്റുകൾ, എങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ ലീഡർമാർ ഗ്രോ ചെയ്യുന്നു, അവരെന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ അനുവർത്തിക്കുന്ന ചില രീതികൾ മാറിയാൽ നമുക്ക് ചിലപ്പോൾ 3 or 4 ഇരട്ടി റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഒരേ ബിസിനസ് ചെയ്യുന്ന ഹൈദരാബാദിലും, ഒരേ ബിസിനസ് ചെയ്യുന്ന കേരളത്തിലും, ഒരേ ബിസിനസ് ചെയ്യുന്ന ഗുജറാത്തിലും, ഒരേ ബിസിനസ് ചെയ്യുന്ന ഇൻഡോറിലും, ഒരേ ബിസിനസ് ചെയ്യുന്ന പാറ്റ്നയിലും, ഒരേ ബിസിനസ് ചെയ്യുന്ന ഡൽഹിയിലും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു, അവിടെ ലീഡർഷിപ്പിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന, കേരളത്തിൽ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം, കേരളത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം, കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ തുറന്നു പറയാം മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹൈദരാബാദിൽ പോയപ്പോക്കെ ഒരു EDS പങ്കെടുക്കാൻ അവർ ട്രാവൽ ചെയ്യുന്ന 5-6 മണിക്കൂറാണ്. 5-6 മണിക്കൂർ ട്രാവൽ ചെയ്ത് 3-4 പ്രോസ്പെക്റ്റിനെ കൊണ്ടാണ് ഒരു EDS പങ്കെടുക്കാൻ വരുന്നത്. ഒരു ദിവസത്തെ അഫയർ അല്ല, 2 ദിവസത്തെ അഫയർ. അപ്പോ നിങ്ങൾ ആലോചിച്ചോക്കോ, ഞാൻ പോയ നാരായൺ കിടന്ന സ്ഥലം ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് 5 മണിക്കൂർ യാത്രയാ. അപ്പൊ പല സ്ഥലത്തുനിന്ന് പ്രോസ്പെക്റ്റിനെ കൊണ്ടുവരുന്നത്. ആ സ്ഥലം ഒരു താലൂക്കാണ്, ജില്ല പോലും അല്ല. 2ാമത്തെ പ്രോഗ്രാം ചെയ്ത ഗഡ്ഷർല സ്ഥലം, നമ്മുടെ സ്പീക്കർ രാജുവിന്റെ സ്ഥലം, അതൊരു ജില്ലയല്ല, അതൊരു താലൂക്കാണ്. അവിടെയാണ് 800 പേര് വന്നിട്ട് പോയത്, 50% പ്രോസ്പെക്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഈ വർഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രോസസ് ചെയ്യുന്ന രീതിയിൽ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ആൾക്കാരെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ വിന്നിന്റെയും പറയുന്ന സിസ്റ്റം അനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ആ മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ, ആ മാറ്റങ്ങൾ നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ഈ വർഷം നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാം, അതിന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന 3 ഇഷ്ടങ്ങളോ 3 സ്വപ്നങ്ങളോ, നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ, നിങ്ങളുടെ ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ, നിങ്ങൾക്ക് ആ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട രീതിയും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കേണ്ട രീതിയും നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാവണമെന്നും പറഞ്ഞു തരാൻ ഈ സമയം എസ്പെഷ്യലി നമുക്കറിയാം, ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. നോക്കൂ, 2 വർഷം കൊണ്ട് 8 ലക്ഷം രൂപ ഇൻകത്തിലേക്കും
5 വർഷം മാറിയ ആൾക്കാർ ഉള്ളത് എങ്ങനെ വിന്നിംഗ് ടീമിൽ. അപ്പൊ ഈ സിസ്റ്റംസ് കംപ്ലീറ്റ് നമുക്ക് പഠിക്കാൻ. കാരണം ഈ ബിസിനസ്സിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. അത് മാത്രം എനിക്കറിയാം. സ്കൈ ഈസ് ദ ലിമിറ്റ്. അത്രമാത്രം അനന്ത സാധ്യതകൾ, ഇമ്മൻസ് പോസിബിലിറ്റീസ് ഉള്ള ഒരു ബിസിനസ്. അതിന്റെ 21ാം വർഷം, 2021 വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ സുഹൃത്തെ. ഒരു മാസം കഴിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയുള്ള 11 മാസം കൊണ്ട് എത്ര വലിയ ഗോൾസും ആ നിങ്ങളുടെ ആ ഗോൾ ഡ്രൈവിംഗ് മെക്കാനിസത്തിനെ പോലും സ്ട്രോങ് ആക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും, ഈ സ്പീക്കറിന് സാധിക്കും. കാരണം ഈ മേഖലയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും ആൾക്കാരെ മെന്റർ ചെയ്യുന്ന, ഇത്രയും ആൾക്കാരെ ഡീൽ ചെയ്യുന്ന, ഇത്രയും സക്സസ് ക്രിയേറ്റ് ചെയ്ത വേറൊരു വ്യക്തി ആരാ ഉള്ളത്? അപ്പൊ അദ്ദേഹത്തിന്റെ സെഷൻ, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? അപ്പൊ ഞാൻ ഇത്രയും ആവേശത്തോട് സംസാരിക്കാൻ കാരണം, ഒരു പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ കേരളത്തിലെ ഈ ബിസിനസ് ആളിപ്പടരാൻ പോകുന്ന ഈ വർഷം ഉറപ്പാ. ഈ വർഷം ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടാവും. ഈ വർഷം ഒത്തിരി സക്സസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒത്തിരി സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. നോക്കൂ, ഇനി വെസ്റ്റേജ് നയിക്കുന്ന 3 ഫോറിൻ ട്രിപ്പുകളാണ്. 4-ാം തീയതി നമ്മളെല്ലാം കുറെ പേര് നമ്മൾ പോകാൻ പോകുന്നു ദുബായിൽ, സൂപ്പർ സ്റ്റാർ ബ്രിഡ്ജ് എന്ന ഷിപ്പിൽ ഫസ്റ്റ് ട്രിപ്പ്. അടുത്ത വരാൻ പോകുന്നു ലണ്ടൻ ആൻഡ് സ്കോട്ട്ലൻഡ്. ആലോചിച്ച് നോക്കൂ, ഡയമണ്ട് ഇൻവിറ്റേഷൻ ട്രിപ്പ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പങ്കെടുക്കാവുന്ന ട്രിപ്പ് വരാൻ പോകുന്നു തായ്ലൻഡ്. പട്ടായ അല്ല, തായ്ലൻഡിൽ വേറൊരു സ്ഥലങ്ങളുണ്ട്. ആ തായ്ലൻഡ് വരാൻ പോകുന്ന ഈ വർഷം അവസാനമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഫോറിൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഡ്രീം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ. ഞാൻ സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 25,000 50,000 നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അത്രമാത്രം അനന്ത സാധ്യതയുള്ള ഈ ബിസിനസിനെ കുറിച്ച് അദ്ദേഹം നടത്താൻ പോകുന്ന ഈ സ്പെഷ്യൽ ട്രെയിനിങ്ങിൽ സീരിയസ് പ്ലേയേഴ്സിനോടൊപ്പം മാത്രം സിസ്റ്റത്തിനെ കുറിച്ചും, ഡ്രീംസിനെ കുറിച്ചും, ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും, മൈൻഡ് സെറ്റിനെ കുറിച്ചും, ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും, വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും സംസാരിക്കുമെങ്കിൽ ഫ്രണ്ട്സ്, ബിലീവ് മീ, 29-ാം തീയതി അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് കേരളത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും അത്. കേരളത്തിലെ ബിസിനസ്സിനെ മാറ്റാൻ പോകുന്ന ഒരു വർഷമായിരിക്കും. കാരണം ഫ്രണ്ട്സ്, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴാണ് ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ സംഭവിക്കാൻ പോകുന്ന കുറെ മാറ്റങ്ങളുണ്ട്. കാരണം എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എക്സ്ട്രാ എനർജി, യു നീഡ് സം എക്സ്ട്രാ ആക്ടിവിറ്റി. അത് നമുക്ക് കിട്ടണം. അതാണ് അദ്ദേഹം തരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു. വെസ്റ്റേജ് എന്ന ബിസിനസ് ആണ് വിനന്തി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. വെസ്റ്റേജിന് ബിസിനസ് ഡെവലപ്മെന്റ് ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്, ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം, ഇപ്പോൾ വരുത്തേണ്ട ഇപ്പോൾ വരുത്തേണ്ട മാറ്റം എന്ത്, എന്തൊക്കെ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം ഫ്രണ്ട്സ്, ഈ ബിസിനസ് ഒരു പ്രിൻസിപ്പിൾ തന്നെ പറയുന്നുണ്ട്. Principle won't change. Network marketing, link, direct selling, the principle won't change. Principle remains the same, but techniques do change. Techniques മാറിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, 10 വർഷം മുമ്പ് ഇവിടെ direct selling ഉണ്ടായിരുന്നു. പക്ഷെ 10 വർഷം മുമ്പ് വാട്സാപ്പ് ഇല്ലായിരുന്നു. 10 സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് അല്ലായിരുന്നു. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് സൂം എന്ന മാധ്യമത്തിൽ കൂടെയാണ്. അത് 15 വർഷം മുമ്പ് ഇല്ലായിരുന്നു. അപ്പൊ ഇതൊരു റീസെന്റ് ടെക്നോളജിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലഘട്ടം മാറുന്നതനുസരിച്ച്, സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രോസസ്സിംഗ് മാറും. ആ പ്രോസസ്സിംഗ് ഇപ്പോൾ വിന്നിംഗ് ടീം 2025 ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഇത് ഒരു I2I എന്നൊരു പ്രോഗ്രാം അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. I2I, പ്രോസ്പെക്ട്സിനോട് മാത്രം സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. I2I നമുക്കതും കേരളത്തിൽ കൊണ്ടുവരണം. അത് വിന്നിംഗ് ടീമിന്റെ പ്രോഗ്രാമാണ്. ഐഡിയ ടു ഇൻകം, അടുത്ത പ്രോഗ്രാം നമുക്കതും കേരളത്തിൽ കൊണ്ടുവരണം. ഇത് വിന്നിംഗ് ടീമിന്റെ മറ്റൊരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെല്ലാം നമ്മളെ സജ്ജമാക്കാൻ, അതിനെല്ലാം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടാൻ, നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തരാൻ, നമുക്കൊരു വർക്കിംഗ് എനർജി തരാൻ. അദ്ദേഹം ഫോണിൽ കൂടെ കുറച്ച് ലീഡേഴ്സിനെ കൗൺസിൽ ചെയ്ത് 8 മണി മുതൽ 11 മണി വരെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ദേ ആർ ഓൺ ദ റൺ. സെലക്ടഡ് ആയിട്ടുള്ള കുറെ ലീഡേഴ്സ്, ക്രൗൺ ആൻഡ് അബോവ് ലീഡേഴ്സ് ഓടി നടക്കുന്നുണ്ട് 8 മുതൽ. എന്തുകൊണ്ടാണ്? അദ്ദേഹം നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ബ്രേക്ക് ദ കംഫർട്ട് സോൺ.
നിങ്ങൾ ആ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് കമ്മിറ്റഡ് സോണിൽ ഇറങ്ങുക. കുറച്ച് ആൾക്കാരെ പ്രോസസ് ചെയ്യ്. അത്ഭുതകരമായ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഫ്രണ്ട്സ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം, എന്ത് വില കൊടുത്തും 29th ജനുവരി 29th ഈ വർഷം നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ നേടാൻ, നിങ്ങളെ എക്വിപ്പ് ചെയ്യാൻ, നിങ്ങളെ എനർജൈസ് ചെയ്യാൻ, നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, നിങ്ങളെ എംപവർ ചെയ്യാൻ നമ്മുടെ ചീഫ് മെന്റർ SP പറയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, അദ്ദേഹം നമുക്ക് തരാൻ പോകുന്ന ഐഡിയകൾ, അദ്ദേഹം നമുക്ക് തരാൻ പോകുന്ന എനർജി, അദ്ദേഹം നമുക്ക് തരാൻ പോകുന്ന മൈൻഡ് സെറ്റ് ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് ക്വസ്റ്റ്യൻ. എനിക്ക് എത്ര ടിക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല അവൈലബിൾ. നിങ്ങളുടെ അപ്പലിനോട് പറയുക, എന്ത് വില കൊടുത്തും എനിക്ക് ടിക്കറ്റ് വേണം. നമ്പർ 1 ഒന്നാമത്തെ കാര്യം. നമ്പർ 2, ഈ വർഷത്തെ നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളൊരു കാർ അച്ചീവർ ആവാനാണ് ഈ വർഷം ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3 ഓർഗനൈസേഷനിൽ നിന്നും, നിങ്ങളുടെ 3 ടീമിൽ നിന്നും ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഈ ബിസിനസിന്റെ പ്രത്യേകത, 1 person can change your entire business history in this business. ഒരു വ്യക്തി, ഒരു റൈറ്റ് പേഴ്സൺ 29th ഉണ്ടാകുമെങ്കിൽ, believe me, he can be your crown, he can be your leader, he can be your one of the achiever. അപ്പൊ നിങ്ങളുടെ 3 ഓർഗനൈസേഷന് 3 പേര് അവിടെ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ്, ടേക്ക് ഇറ്റ് ഫ്രം മീ, ഈ വർഷം പോസിബിലിറ്റി നിങ്ങൾക്കൊരു കാർ അച്ചീവർ ആവാൻ, പോസിബിലിറ്റി ഒരു 50K ഇൻകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. പ്ലാൻ ചെയ്യുക. നിങ്ങൾ സീരിയസ്, കാരണം എങ്ങനെയെങ്കിലും ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന ഒരു ബിസിനസ് അല്ല ഈ ബിസിനസ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓണർഷിപ്പോടെ റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്യാമെങ്കിൽ എത്ര വലിയ റിസൾട്ടും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ്. അതുകൊണ്ടാണ് ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഈ ബിസിനസ് ഗോഡൻ വേണ്ട, എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു വലിയ ഡ്രീം, ഞാൻ ഡ്രീം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ, എന്നോട് ഞാൻ പറയാം, ഈ ബിസിനസ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പാടും എടുക്കാൻ തയ്യാറാവും. നമ്മൾ അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്. ഫ്രണ്ട്സോ, എനിക്ക് ഒറ്റ കാര്യം പറയുന്നത്, 29th എന്ന ഡേറ്റ് കേരളത്തിലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ വിന്നിംഗ് ടീം കേരളയുടെ വലിയ 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 സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമായി മാറും. അതിന് നിങ്ങൾ ആരെയൊക്കെയാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഫ്രണ്ട്സ്, ഒരു പൊട്ടൻഷ്യൽ പേഴ്സൺ നോക്കൂ, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു വ്യക്തിയുടെ ഡ്രീമിന്റെ പവർ, ഒരു വ്യക്തിയുടെ നീഡിന്റെ പവർ. പക്ഷെ അവിടെ നോക്കൂ, ഒരു ചെടിക്ക് വളരണമെങ്കിൽ പോലും നമ്മൾ അതിന് വളരാൻ വേണ്ട കറക്റ്റായിട്ടുള്ള വളവും വെള്ളവും കൊടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കൊണ്ടുവരുന്ന ആ വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരുന്ന ആ ചെടികൾ വളർന്ന് വലുതാകണമെങ്കിൽ അതിന് കൊടുക്കാവുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസർ, അതിന് ബെസ്റ്റ് അറ്റ്മോസ്ഫിയറും ഒരുക്കി കൊടുക്കേണ്ട ദിവസമാണ് 29ാം തീയതി ഈ വർഷം 2025. അതിന് പ്ലാൻ ചെയ്യണം. ഇനി ദിവസങ്ങളൊന്നുമില്ല. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഈ ഫംഗ്ഷനെ കുറിച്ച് ഓർമ്മിച്ചിട്ട്. കാരണം നടക്കുന്ന സ്ഥലം കലൂരിലെ ഗോകുലം കൺവെൻഷൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള. ആംബിയൻസിൽ ആ ഹാളിൽ ഇരുന്നൊരു വ്യക്തി ഒരു തീരുമാനം എടുക്കണം. ബിലീവ് മീ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ വരുന്ന മേ ബി അവിടെ ഒരു 250 or 300 ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ വരുന്നത് ശരിക്കും ഡ്രീംസ് ഉള്ള, എനർജി ഉള്ള, തീരുമാനങ്ങളുള്ള കുറെ ആൾക്കാരാണ് SP ബറിന്റെ കൂടെ ഇരിക്കാൻ വന്നത്. അവരുടെ തീരുമാനത്തിന്റെ പവറിൽ, ആ തീരുമാനത്തിന്റെ ശക്തിയിൽ, ആ മാസ് പ്രേയറിൽ സകലത് മാറിയുന്നുണ്ടാവും. ഈ വർഷത്തെ വലിയ വലിയ ഗോളുകൾ നമ്മൾ നേടുന്നുണ്ടാവും. ഈ വർഷം നമുക്ക് കിട്ടാവുന്ന ആ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം നേടിയെടുക്കേണ്ട സമയം. അതിനെനിക്ക് ഒറ്റ കാര്യം പറയാനുള്ള മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കണം. അന്ന് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. അത് നിങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ചലഞ്ചസ് വരും. ഏറ്റവും കൂടുതൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് വിന്നേഴ്സ്. നിങ്ങൾ കാണുന്ന വിജയികൾ എന്താണ്? ഒരു ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചുകൾ അതിജീവിച്ചവരാണ്. ചലഞ്ചിനെ അതിജീവിക്കാത്ത വിജയമില്ല. ചില ആൾക്കാർ പറയാറുണ്ട് സ്ട്രഗിൾ ഈസ് പാർട്ട് ഓഫ് സക്സസ്. വെദർ യു ടേക്ക് ബിൽ ഗേറ്റ്സ്, വെദർ യു ടേക്ക് APJ Abdul Kalam, anyone,
ലോകത്ത് വലിയ വിജയികളാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിനെ അതിജീവിച്ചത്. അതുകൊണ്ടാണ് അവർ വലിയ വിജയങ്ങൾ കൊയ്തെടുത്തത്. അപ്പൊ നമ്മൾ അതിനാണ് പറയുന്നത്, നമ്മുടെ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യാനും, നമുക്കൊരു റൈറ്റ് ഡിറക്ഷൻ കിട്ടാനും, നമുക്ക് റൈറ്റ് അറ്റ്മോസ്ഫിയറും എല്ലാം കിട്ടാവുന്ന 29-ാം തീയതി ആ ഫംഗ്ഷൻ നിങ്ങളെ ടോട്ടൽ മാറ്റിമറിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചലഞ്ച് തരാം. നിങ്ങൾ 1000 രൂപ കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ പൈസ തിരിച്ചു റെഡിയാണ്. ഐ എം റെഡി ടു ഗിവ് യു എവറിത്തിങ്, ബട്ട് യു ഹാവ് ടു ടെൽ ദ റീസൺ. അതിന്റെ കാരണം പറയാം. കാരണം ഫ്രണ്ട്സ്, എനിക്ക് ഉറപ്പായിട്ട് അറിയാൻ സാധിക്കും, ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തം, ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാവുന്ന ഒരു മുഹൂർത്തം, ഈ ബിസിനസ്സിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഇന്ധനം കിട്ടുന്ന, നിങ്ങൾക്ക് ശക്തി തരുന്ന, നിങ്ങളെ എംപവർ ചെയ്യുന്ന, നിങ്ങളുടെ കംപ്ലീറ്റ് ടോട്ടൽ 360 ഡിഗ്രി മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തി പ്രഭാവത്തിന്റെ മുന്നിൽ ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാമെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ധന്യമാക്കി മാറ്റാൻ സാധിക്കും. ഈ വർഷം നിങ്ങളുടെ 3 ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള സുവർണ അവസരമാണ് 29-ാം തീയതി സംജാതമായിരിക്കുന്നത്. ആ 29-ാം തീയതി, ആ 29 എന്ത് തടസ്സമുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മെയിൻ ആൾക്കാരുമായിട്ട്, നിങ്ങളുടെ മെയിൻ ലീഡേഴ്സുമായിട്ട് 29ന് വരൂ. അവിടെ വെച്ച് നമുക്ക് ഇതിഹാസം സൃഷ്ടിക്കണം. നമുക്ക് കേരളക്കരയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കണം. ഹൈദരാബാദിനേക്കാൾ ഒട്ടും മോശമല്ല കേരളമെന്ന് ഈ വർഷം നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. നോക്കൂ, വിന്നിംഗ് ടീം കേരളത്തിൽ ഗോ ക്രൗൺ നടത്തിയ സമയത്ത് 100 അടുപ്പിച്ച ആൾക്കാർ, 100+ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഈ ഫംഗ്ഷനിൽ നമ്മളത് 3 ഇരട്ടിയാക്കും. മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ നമുക്ക് 2026 നമുക്ക് കേരളത്തിൽ FRU കൊണ്ടുവരണം. ആ കേരളത്തിൽ FRU കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് മെന്റർ ഇത്തവണ വരുന്ന സമയത്ത് we have to act so fast. We have to take the responsibility. We have to break all our comfort zone. 2025 എന്ന വർഷം നമ്മൾക്ക് വിജയം കൊയ്തെടുക്കണം. 2025 എന്ന വർഷം നമ്മളെ മാറ്റിയെടുക്കണം. 2025 എന്ന വർഷം നമുക്ക് റിച്ചും ഫേമസും ആവണം. 2025 എന്ന വർഷം നമ്മൾ കേരളത്തിൽ വിന്നിംഗ് ടീമിന്റെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ ലീഡർഷിപ്പിനെ സജ്ജമാക്കാൻ, അതിന് ഈ ലീഡർഷിപ്പിനെ എംപവർ ചെയ്യാൻ, അവരെ മാറ്റിയെടുക്കാൻ നമ്മുടെ ക്യാപ്റ്റനും ചീഫ് മെന്ററും കേരളത്തിൽ തുനിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ റെഡിയായ ഒരു ഫോഴ്സുമായിട്ട് വേണം നിൽക്കാൻ. ആ ഫോഴ്സ് കേരളത്തിനെ മാറ്റിമറിക്കും. ഡയറക്ട് സെല്ലിംഗിൽ വിന്നിംഗ് ടീമിന്റെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. 2026 നമ്മൾ കേരളക്കരയെ തൊട്ടുണർത്തുന്ന ഡയറക്ട് സെല്ലിംഗിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന FRU നടത്തും. ദ ക്വസ്റ്റ്യൻ, ആർ യു റെഡി? ആർ യു റെഡി ടു ബൈ ദ ടിക്കറ്റ്? നിങ്ങളുടെ കോർ ടീം, നിങ്ങളുടെ മെയിൻ ടീം, നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് നമുക്ക് 29-ാം തീയതി SP ബറയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പ് അണിചേരാം. അദ്ദേഹത്തോടെ നമുക്ക് സംസാരിക്കാം. അദ്ദേഹം നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് വരാൻ പോകുന്നത്. ആ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം നമുക്കതിൽ ഇൻവോൾവ് ആകാം, നമ്മൾക്കതിൽ മുഴുകിച്ചേരാം, നമുക്കതിൽ ഇഴുകിച്ചേരാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ നേരത്തെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അറ്റ്ലീസ്റ്റ് 3 ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് വിജയിക്കാം. ഈ വർഷം നമ്മുടേതാക്കി മാറ്റാം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്ത് വില കൊടുത്തും നിങ്ങളുടെ മുഴുവൻ ടീമിലെ പ്രബലരായ, നിങ്ങളുടെ ടീമിലെ കഴിവുറ്റ ലീഡർഷിപ്പുമായിട്ട് പങ്കെടുക്കുക. നമുക്കറിയാം, ഗോകുലം കൺവെൻഷൻ സെന്റർ ഒരു പക്ഷേ കേരളത്തിലെ ഫിലിം സ്റ്റാർസിന്റെ ഭാഗതയം മാറ്റിയ, അവരുടെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ്, അമ്മ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് കൊണ്ടുവന്ന വളരെ മുഹൂർത്തമുള്ള, വളരെ രാശിയുള്ള ആ കൺവെൻഷൻ സെന്ററിൽ വിന്നിംഗ് ടീമിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ കേരളക്കരയിൽ ഡയറക്ട് സെല്ലിംഗിന്റെ തന്നെ ലീഡേഴ്സിനെ സൃഷ്ടിക്കും. അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഫോറിൻ ട്രിപ്പിന് ആൾക്കാർ പോകുന്ന സമയത്ത്, തായ്ലൻഡ് ട്രിപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവിടെ അണിചേരാം, നമുക്ക് അവിടെ ആഘോഷിക്കാം. കാരണം അത്രമാത്രം പ്രശസ്തമായ ഈ കൺവെൻഷൻ സെന്ററിൽ ഒരുമിച്ചിരുന്ന് ഈ പുതുവർഷം നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ ചീഫ് മെന്ററുടെ മുമ്പ് വെച്ച് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഒരു എമർജിംഗ് ഫോഴ്സായി, ഇന്ത്യയിലെ ഒരു പവർഫുൾ ലീഡർഷിപ്പായി മാറുന്നുണ്ടാവും. അതിനുള്ളതാകട്ടെ ഈ ഫംഗ്ഷൻ, അതിനുള്ളതാകട്ടെ 29. അതിന് നമുക്ക് മുഴുവൻ ശക്തിയും എടുത്ത്, നമ്മുടെ മുഴുവൻ ഫോഴ്സുമായിട്ട് പങ്കെടുത്ത് കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗ് റൈറ്റ് ആണ്, നമ്മൾ ശരിയാണ്, വിന്നിംഗ് ടീമിൽ നമ്മൾ അസെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. 29 അതിന് നിങ്ങൾ മുഴുവൻ ശക്തിയോടെ
നിങ്ങളുടെ മുഴുവൻ ആൾക്കാരുടെ പങ്കെടുക്കുക. നമുക്കതിനൊരു മാസീവ് സക്സസ് ആക്കാം. All the best. Thank you and wish you well. Thank you very much. 29th നാളെ ആയിരുന്നുവെങ്കിൽ ആഘോഷിച്ചു പോവുകയായിരുന്നു. സത്യത്തിൽ ഈ പ്രോഗ്രാം നമുക്ക് 28-ാം തീയതി വെച്ചാൽ മതിയായിരുന്നു. 2 ദിവസം മുമ്പേ വെച്ചു പോയി. നാളത്തേക്ക് കാലത്ത് ചാടി എഴുന്നേറ്റ് നാളെ ആരും പോകരുത്. നാളെ 26th ആണ്. നാളെ അല്ല, നാളെ കൺവെൻഷൻ സെന്ററിലേക്ക് ഓടി ചെന്നേക്കരുത്. ഇറ്റ്സ് ഓൺ 29. എനിക്കറിയാം ആൾറെഡി ഇവിടുന്ന് കുറച്ചുപേര് കസേരത്തൊക്കെ ചാടി എഴുന്നേറ്റു. അതുകൊണ്ടാണ് തുടങ്ങിയെടുത്ത നമ്പർ പി ഇല്ലാത്തത്. ദയവ് ചെയ്ത് ഹോൾഡ് ഓൺ ഫോർ 3 days. ആ 3 days എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളത്തെ റിപ്പബ്ലിക് ഡേ ഉൾപ്പെടുന്ന സൺഡേ ഉൾപ്പെടുന്ന 3 ദിവസം നിങ്ങൾക്കായി കിട്ടിയിരിക്കുന്നത്. സോ ഐഡന്റിഫൈ യുവർ ട്രൂ പീപ്പിൾ. ഇഫ് ദീസ് ആർ നോട്ട് ദ പീപ്പിൾ, റൈറ്റ് പീപ്പിൾ യു ആർ സീയിങ്, ഫൈൻഡ് ഔട്ട് ന്യൂ പീപ്പിൾ. എപ്പോഴും പറയാറുള്ളൊരു പല്ലവിയുണ്ട്, ഇഫ് യു ഫൈൻഡ് സംവെയർ യു ആർ സ്റ്റക്ക്, ഐഡന്റിഫൈ ന്യൂ പീപ്പിൾ. കാരണം ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടണം എന്നുള്ളത് ഒരു പക്ഷെ എന്നാണ് എപ്പോഴാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷി പറഞ്ഞ വാക്കുകളെ ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്. ചലഞ്ചസ് വിൽ കം. ചലഞ്ചസ് വിൽ കം നോട്ട് ടു സ്റ്റേ വിത്ത് യു, ടു എൻഷുവർ യു ആർ പവർഫുൾ. നിങ്ങളുടെ ശരിയായിട്ടുള്ള കപ്പാസിറ്റിയെ ഐഡന്റിഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചലഞ്ചസ് വരുന്നത്. ദേ വിൽ നെവർ കം ആൻഡ് പെർമനന്റ് വിത്ത് യു. അവ വരും, നിങ്ങളെ പരിപാടിപ്പിക്കുന്നുണ്ടാവും, അതിനുശേഷം നിങ്ങളുടെ ശക്തി കാണിച്ചു തരുന്നുണ്ടാവും. അതിനെ അതിജീവിച്ച് വരുന്നവർ മാത്രമേ ചരിത്രത്തിന്റെ ഏടുകളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുകയുള്ളൂ. സോ അതുകൊണ്ട് every time you understand that no gain without pain, no gain without pain. So അല്പസ്വല്പം പെയിൻ എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എൻകാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ വേണ്ടപ്പെട്ട വളരെ അർഹിക്കുന്നവരെയും കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് ടേക്കിംഗ് ദാറ്റ് വേർഡ്സ് കേരള വിൽ ബി സ്റ്റാൻഡിങ് അഹെഡ് ഇൻ വെസ്റ്റീജ് ആൻഡ് കേരള വിൽ പ്രൂവ് ദിസ് ഇസ് ദ മാർക്കറ്റ്. നമ്മൾ ആദ്യമായിട്ടല്ല, പണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ രണ്ടാമത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനുള്ള ചരിത്ര മുഹൂർത്തം നിങ്ങൾ ഇത്രയും ആലോചിക്കുക. ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം പിൽക്കാലത്ത് വെസ്റ്റീജിന്റെ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റെവല്യൂഷണറി പ്രോഗ്രാം അങ്ങ് നമ്മുടെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിന്റെ ചിത്രം പിന്നീട് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇല്ലാതെ പോയാൽ ഉണ്ടാകുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഭരതേട്ടനോടൊപ്പം, ഈ ജ്യോതിഷ് കുമാർ സാറിനോട്, വെങ്കടേഷിയോടൊപ്പം, ഈ കണ്ടലിയുടെ സഞ്ജൻ സാറിനോടും ഒക്കെ ഒപ്പം നിൽക്കുന്ന SP ബാരൽ സാറിനോടൊപ്പം നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും ഗോയിങ് ടു പ്രൂവ് യു. സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് എൻഷുവർ ഇനിയുള്ള 3 ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് Monday is the last day to book your tickets and ensure your upline leader is really ready with ticket for you. കാരണം സിൽവർ ആൻഡ് അപ്പിനെ ബ്രോൺസ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തു. അതിനെ ടോപ്പ് ലീഡർഷിപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് SP സർ കേരളത്തിൽ മാത്രമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള ലീഡേഴ്സിനെ ഞാൻ എൻഷുർ ചെയ്യാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്പേഴ്സ് ഇസ് ഗോയിങ് ടു റോക്കറ്റ് ബുക്ക്. സോ അതിനകത്ത് നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ളവർക്ക് ടിക്കറ്റ് കിട്ടുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Take it as a challenge. We are together. We are marching for the progress and we are on the silent economic revolution. നിശബ്ദ സാമ്പത്തിക വിപ്ലവത്തിന്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് അടിയുറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭം is 29. So all roads leads to Gokulam Convention Center on 29th. Reach by 9:15 and we will start the program, and this program is going to conclude also a bit early. കാരണം SP ബാരൽ സാറിന് ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമും വളരെ നേരത്തെ തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തുടങ്ങുന്നുണ്ടാവും, കറക്റ്റ് സമയത്ത് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടിൽ ദെൻ സൈനിങ് ഓഫ് ആൻഡ് ടേക്ക് ചാർജ് ഓഫ് യുവർ ഫ്യൂച്ചർ. ഗുഡ് നൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, Jyotishi. Thank you on behalf of the entire fraternity who are available on the platform and could not make it up for everybody. Thanks.